ഓം ശാന്തി. ശിവബ ഭഗവാന്റെ ഓർമ്മ എല്ലാവർക്കും ഉണ്ടോ? ഇന്ന് ഭഗവാൻ ഉച്ചരിച്ചിരിക്കുന്ന മഹാവാക്യത്തിൻ്റെ ആധാരത്തിലൂടെ നമുക്ക് 3 കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് സർവ്വ ആത്മാക്കളുടെയും മംഗളം ചെയ്യണം. രണ്ടാമത്തത് ആത്മാഭിമാനി സ്ഥിതി പ്രാക്ടീസ് ചെയ്യണം. മൂന്നാമത്തത് സർവീസബിൾ ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഡേറ്റാണ് 8/2/2025. അപ്പോൾ ഇന്നത്തെ മഹാവാക്യത്തിൽ ഭഗവാൻ എന്താണോ പറഞ്ഞിരിക്കുന്നതും അത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. മധുരമായ മക്കളെ, रूहानी सर्विस कर अपना और दूसरों का कल्याण करो. बाप से सच्ची दिल रखो तो बाप की दिल पर चढ़ जाएंगे. മധുരമായ മക്കളെ, ആത്മീയ സേവനം ചെയ്തും സ്വയമിൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യുക. ബാബയോട് സത്യമറിയിക്കുന്ന മനസ്സ് വെക്കുക. അപ്പോഴാണ് ബാബയുടെ ഹൃദയത്തിലും കയറിയിരിക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ മുരളിയുടെ ചോദ്യമാണ്, देही अभिमानी बनने की मेहनत कौन कर सकता है? देही अभिमानियों की निशानी सुनाओ. देही अभिमानी ആകാൻ വേണ്ടി ആർക്കാണ് പരിശ്രമിക്കാൻ സാധിക്കുന്നത്? ദേഹി അഭിമാനി ആയിരിക്കുന്നവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം, जिनका बड़ाई से और बाप से अटूट प्यार है वह देही अभिमानी बनने का मेहनत कर सकता है. ആർക്കാണോ പഠിപ്പിലോ ബാബയോടും പൊട്ടിപ്പോവാതെ സ്നേഹം ഉണ്ടായിരിക്കുന്നതും അവർക്കാണ് ദേഹി അഭിമാനി ആകാൻ വേണ്ടി പരിശ്രമിക്കാൻ സാധിക്കുന്നത്. वह शीतल होंगे, किसी से भी अधिक बात नहीं करेंगे, उनको बाप से लव होगा. അവർ ശീതളമായിരിക്കണം, ആരോട് അധികം സംസാരിക്കുകയില്ല, അവർക്ക് ബാബയോട് സ്നേഹമുണ്ടാകും. ചലൻ ബഡി റോയൽ ഹോഗി, അവരുടെ പെരുമാറ്റം വളരെ റോയലായിരിക്കും. उन्होंने नशा रहता कि हमें भगवान पढ़ाते हैं, हम उनके बच्चे हैं. അവർക്ക് ലഹരി ഉണ്ടാവും, നമുക്ക് സ്വയം ഭഗവാനാണ് പഠിപ്പിക്കുന്നതും ഞങ്ങൾ ഭഗവാന്റെ മക്കളാണ്. വഹ് സുഖദായി ഹോങ്കി, അവർ സുഖദായികളായിരിക്കുന്നു. ഹർ കദം ശ്രീമത് പർ ഊട്ടായെങ്കി, ഓരോരോ കാൽവെപ്പിലും ബാബയുടെ ശ്രീമതം അനുസരിക്കുന്നു. ഓം ശാന്തി. बच्चों का सर्विस समाचार भी सुनना चाहिए. फिर मुख्य जो महारथी सर्विसेबल है उनको राय निकलनी चाहिए. ബാബ ഇന്ന് മനസ്സിലാക്കി തരുന്നതും മക്കൾ സേവനം ചെയ്തും സമാചാരം കേൾപ്പിക്കണം. ആരാണോ മുഖ്യമായിരിക്കുന്ന മഹാരഥി സർവീസേബിളായിരിക്കുന്നതും അവരുടെ ഡയറക്ഷൻ അനുസരിക്കണം. ഇവിടെ മഹാരഥി എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് ആരാണോ സീനിയർ ആയിരിക്കുന്നത് അവരിനാണ് മഹാരഥി എന്ന് പറയുന്നത്. അവരുടെ ഡയറക്ഷനാണ് അനുസരിക്കേണ്ടത്. बाप जानते हैं सर्विसेबल बच्चों को ही विचार सागर मतन चलेगा. ആരാണോ സർവീസേബിൾ ആയിരിക്കുന്ന മക്കളും അവർ തന്നെയാണ് വിചാരസാഗര മതനം ചെയ്യുന്നത്. ഭഗവാൻ പഠാത്തേ ഹേ തോ വോ തോ മാനേങ്കെ നഹി ന. ഭഗവാനാണ് പഠിപ്പിക്കുന്നത്, ഇത് ലോകത്തുള്ള മനുഷ്യരത് മാനിക്കുകയില്ല. സ്ഥൂല സർവീസ് ബി ഹേ, परंतु बाबा का अटेंशन रूहानी सर्विस पर जाएगा. സ്ഥൂലമായിരിക്കുന്ന സേവനം ഉണ്ട്, പക്ഷേ ബാബയുടെ ശ്രദ്ധ ആത്മീയ സർവീസിലേക്കാണ്. ജോ ബഹുത്തോं का കല്യാൺ करते हैं, അവരാണ് മറ്റുള്ളവരുടെ മംഗളം ചെയ്യാൻ സാധിക്കുന്നത്. ദേഹാഭിമാൻ की बीमारी बड़ी खड़ी है. ബാബ മനസ്സിലാക്കി തരുന്നതും ദേഹാഭിമാനത്തിൻ്റെ അസുഖം വളരെ കഠിനമായിരിക്കുന്നതാണ്. उनको मिटाने के लिए बहुत तोड़े हैं जो अच्छी रीति पुरुषार्थ करते हैं. ആ ദേഹാഭിമാനത്തിനെ ഒഴിവാക്കാൻ വേണ്ടി വളരെ നല്ല പുരുഷാർത്ഥം ചെയ്യണം. बहुतों से देही अभिमानी बनने की मेहनत पहुँचती नहीं है. അനേക മക്കളും
ദേഹി അഭിമാനിയാകുന്ന കാര്യത്തിലും പരിശ്രമിക്കുന്നില്ല. बाबा समझाते हैं बच्चे देही अभिमानी बनना बड़ी मेहनत है. ബാബ മനസ്സിലാക്കി തരുന്നതും ആത്മാഭിമാനിയാവുന്ന കാര്യത്തിൽ വളരെ പരിശ്രമമുണ്ട്. देही अभिमानी बनने का अटेंशन बहुतों का कम रहता है. അനേക മക്കൾക്ക് ദേഹി അഭിമാനിയാകാനുള്ള ശ്രദ്ധ വളരെ കുറവാണ്. ദേഹി അഭിമാനി ബഡേ ശീതൽ होंगे. ദേഹി അഭിമാനിയായിരിക്കുന്നവർ വളരെ ശീതളരായിരിക്കുന്നു. याद में रहने वालों की चलन बड़ी अच्छी रायल होगी. ബാബയുടെ ഓർമ്മയിലിരിക്കുന്ന മക്കളുടെ നടപ്പ് വളരെ റോയലായിരിക്കും. जो देही अभिमानी वो बाप को याद करते हैं. ആരാണോ ദേഹി അഭിമാനിയായിരിക്കുന്നതും അവർ ബാബയെ ഓർമ്മിക്കും. बाप भी कहते हैं मुझे ज्ञानी तो आत्मा बच्चे प्यारे लगते हैं. സ്വയം ഭഗവാൻ പറയുന്നതും ജ്ഞാനി ആത്മാക്കളാണ് ബാബയ്ക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. परंतु देहाभिमान के कारण अपनी मत पर चलते हैं तो वह दिल पर नहीं चढ़ते. പക്ഷേ ദേഹാഭിമാനമുള്ളത് കാരണം സ്വയമിട മതം അനുസരിക്കുന്നത് കൊണ്ട് ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാവാൻ സാധ്യമല്ല. अज्ञान काल में भी कोई बच्चा बात चलन वाला होता है तो बाप की दिल पर नहीं रहता है. उनको कपट समझते हैं ना. അജ്ഞാന കാലത്തിൽ കൂടി ചില മക്കളുടെ നടപ്പ് ശരിയില്ലെങ്കിലും അവർക്ക് അച്ഛൻ്റെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. ആ മക്കളിനാണ് മോശമായ മക്കളെന്ന് പറയുന്നത്. സംഘദോഷമേ ഖറാബ് ഹോ പഡ്തേ ഹേ. സംഘദോഷത്തിൽ ഇന്ന് വളരെ മോശമാകും. अच्छा बच्चों को बहुत प्यार से बुलाएंगे. നല്ല നല്ല മക്കൾ ആരാണോ ഉണ്ടായിരിക്കുന്നതും അവരെ വളരെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. जो बाप की स्नेही होगा उनको बोल चाल बड़ा मीठा सुंदर रहेगा. ആരാണോ ബാബയുടെ സ്നേഹിയായിരിക്കുന്നതും അവരുടെ നടപ്പ് പെരുമാറ്റം വളരെ മധുരമായിരിക്കും. विवेक ऐसा कहता है बल टाइम है परंतु शरीर पर कोई भरोसा थोड़ी है. ബുദ്ധി കൂടി ഈ തരത്തിലാണ് പറയുന്നതും സമയം അതനുസരിച്ച് ശരീരത്തിൽ ഇപ്പോൾ ഏതൊരു തരത്തിലുള്ള വിശ്വാസം കൂടിയില്ല. बड़े बड़े एक्सीडेंट हो जाते हैं. कोई हार्ट फेल हो जाता है. വലിയ വലിയ ആക്സിഡൻറ്റ് സംഭവിക്കും, ഹാർട്ട് അറ്റാക്ക് സംഭവിക്കും. അതുകൊണ്ട് ഏതൊരു തരത്തിലുള്ള വിശ്വാസം വെക്കാൻ സാധ്യമല്ല. मौत तो अचानक हो जाता है इसलिए श्वास पर तो भरोसा नहीं है. മൃത്യു പെട്ടെന്ന് സംഭവിക്കും, അതുകൊണ്ടും ശ്വാസത്തിൽ ഏതൊരു തരത്തിലുള്ള വിശ്വാസമില്ല. नेचुरल कैलामिटीज़ को भी अभी प्रैक्टिस हो रही है. പ്രകൃതി ശോഭയെ കൂടി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. बाप यहाँ बैठ मुरली चलाते हैं तो भी बुद्धि सर्विसेबल बच्चों की तरफ रहती है. ബാബ ഇരുന്ന് മുരളി ഉച്ചരിക്കുന്ന സമയത്തിലും ബാബയുടെ ബുദ്ധി കൂടി സർവീസേബിൾ ആയിരിക്കുന്ന മക്കളുടെ ഭാഗത്തിലേക്ക് പോകും. तुम बच्चे में भी कोई विराले जानते हैं कितना निरहंकारी बाप है. നിങ്ങൾ മക്കൾ കൂടി ബാബയെ മനസ്സിലാക്കിയിരിക്കുന്നവർ വളരെ വിരാളരാണ്. ബാബ വളരെ നിരഹങ്കാരിയാണ്. ബാപ്പ് और बच्चों का संबंध है ना. ഇവിടെ അച്ഛൻ്റെ മക്കളുടെ സംബന്ധമാണ്. परंतु ड्रामा अनुसार सब तो गुल गुल बनते नहीं है. പക്ഷേ ഡ്രാമ പ്ലാൻ അനുസരിച്ച് എല്ലാവരും പുഷ്പങ്ങളാവാൻ സാധ്യമല്ല. तुम बच्चे जानते हो कल्प कल्प हमको बेहद का बाप का प्यार मिलता है. നിങ്ങൾ മക്കൾക്കറിയാം എല്ലാ കൽപ്പകൽപ്പത്തിലും പരിധിയില്ലാത്ത ബാബയുടെ സ്നേഹം ലഭിക്കുന്നു. ബാപ്പ് गुल गुल बनाते कि बहुत मेहनत करते हैं. ബാബ മക്കളെ സുന്ദരമാക്കാൻ വേണ്ടി വളരെ പരിശ്രമിക്കണം. अच्छा बहुत अच्छा कल विकारी हो जाते हैं ना.
നല്ല നല്ല മക്കളെന്ന് പറയുന്നവർ കൂടി വികാരികളായി മാറും. ബാപ്പ് കहेंगे തക്ദീർ മേ നഹി തോ ക്യാ കरेंगे. ബാബ പറയും, ഭാഗ്യത്തിലില്ലെങ്കിൽ എന്ത് ചെയ്യും? ज़रूर जो बाप के आज्ञाकारी बच्चे होंगे उनके तरफ ही दिल जाएंगे. തീർച്ചയായിട്ടും ആരാണോ ആജ്ഞാകാരി മക്കളായിരിക്കുന്നതും അവരുടെ ഭാഗത്തിലേക്കാണ് മനസ്സ് പോകും. ബേഹദ് ക ബാപ്പ് കോ ഏക് ഹി ബാർ ആത്തെ ഹേ ന. ഈ പരിധിയില്ലാത്ത ബാബ ഈ സംഗമയുഗത്തിൽ മാത്രമാണ് വരുന്നത്. वह लौकिक बाप तो जन्म जन्मांतर मिलता है, सतयुग में भी मिलता है, परंतु वहाँ ये बाप नहीं मिलता है. ലൗകിക അച്ഛന് ജന്മ ജന്മാന്തരത്തിലും ലഭിക്കും, സത്യയുഗത്തിൽ ലഭിക്കുകയില്ല. പക്ഷേ ബാബ ഈ സമയത്തിൽ മാത്രമാണ് മക്കൾക്ക് ലഭിക്കുന്നത്. അബി की पढ़ाई से तुम पद पाते हो ना. ബാബ പറയുന്നത് ഇപ്പം പഠിക്കുന്ന പഠിപ്പിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് പദവി പ്രാപ്തമാക്കാൻ സാധിക്കുന്നത്. बाप आया है पुरानी दुनिया को नया बनाने, राजयोग सिखलाते हैं. ഭാരതവാസിയോं को ही सिखलाना है. ഭഗവാൻ വന്നിരിക്കുന്നത് തന്നെ പഴയ ലോകത്തിനെ പുതിയതാക്കാൻ വേണ്ടി. ഭഗവാനാണ് രാജയോഗം പഠിപ്പിക്കുന്നത്, ഭാരതവാസികൾ തന്നെയാണ് പഠിക്കുന്നത്. भारत ही स्वर्ग था जहाँ इन देवी देवताओं का राज्य था. ഇതേ ഭാരതം സ്വർഗമായിരുന്നു, ഈ ഭാരതത്തിൽ തന്നെയാണ് ദേവി ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നു. അബീതോ നരക് ഹേ ന. ഇപ്പം ഇതേ ഭാരതം നരകമാണ്. നരക് സേ ഫിർ സ്വർഗ് ബാപ്പ് ഹി ബനായെങ്കെ. നരകത്തിൽ നിന്ന് വീണ്ടും ബാബ തന്നെ സ്വർഗമാക്കുന്നു. ऐसी ऐसी मुख्य बातें याद कर कोई भी आए तो उनको बैठ समझावो. ഈ തരത്തിൽ മുഖ്യമായ കാര്യങ്ങളും ഏതാണോ ബാബ പറഞ്ഞിരിക്കുന്നതും ഇരുന്ന് കേൾപ്പിക്കുക. तो कितना खुश हो जाए. അപ്പം മറ്റുള്ള ആത്മാക്കൾ കൂടി എത്രയ്ക്ക് സന്തോഷിക്കും. സിർഫ് ബോലോ ബാപ്പ് ആയാ ഹേ. കേവലം ഇത്രയ്ക്ക് മാത്രം പറഞ്ഞാൽ മതി, ഭഗവാൻ വന്നിരിക്കുന്നു. ഗീത കാ ഭഗവാൻ ആയാത്ത ഗീത സുനായി തി. ഗീതയുടെ ഭഗവാൻ വന്നിട്ടുണ്ടായിരുന്നു, ഗീത കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരക്ക് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. मनुष्यों को देवता बनाने के लिए बाप सिर्फ कहते हैं मुझे बाप को और वर्षा को याद करो. മനുഷ്യരിൽ നിന്നു ദേവതകളായി മാറണം. അതുകൊണ്ട് ബാബ കേവല പറയുന്നതും ബാബനെയും സ്വത്തുനെയും മാത്രം ഓർമ്മിക്കണം. तुम बच्चों को ये खुशी रहनी चाहिए ना. ബേഹദ് का बाप से वर्षा पाते हैं. നാളെ മക്കൾക്ക് സന്തോഷമുണ്ടായിരിക്കണം. കാരണം പരിധിയില്ലാതെ ബാബയിൽ നിന്നാണ് സമ്പത്ത് നേടുന്നത്. जिन बच्चों के पास ज्ञान धन है उनका सारा दिन बुद्धि में ये चिंतन रहे तो खुशी भी हो. ഏത് മക്കൾക്കാണ് ജ്ഞാനധനം ഉണ്ടായിരിക്കുന്നതും അവർക്ക് മുഴുവൻ ദിവസം ബുദ്ധിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. अपना അവർ दूसरों का कल्याण करे. സ്വയമിൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യുന്നു. अगर धन है दान नहीं करते तो उन्होंने मनुहास कहाँ जाता है. ഒരു പക്ഷേ ധനമുണ്ട്, ദാനം ചെയ്യാതെ പോയാലും അവരെ പിസ്കമാരെന്ന് പറയും. अच्छा अच्छा महारथी बच्चे जो है वह सदैव बाप की दिल पर चढ़े रहते हैं. ആരാണോ നല്ല നല്ല മഹാരഥി മക്കൾ ഉണ്ടായിരിക്കുന്നതും അവർക്ക് ബാബയുടെ ഹൃദയത്തിൽ സദാ സ്ഥാനമുണ്ടാകും. कई ऐसा भी बच्चे हैं जो मुरली सुनते नहीं है അവർ कोई भी मुरली बिगर रह नहीं सकता है. ചില ഈ തരത്തിലുള്ള മക്കൾ കൂടിയുണ്ട്, അതായത് മുരളി കേൾക്കുകയില്ല. ചില മക്കൾക്ക് മുരളി ഇല്ലാതെ ഇരിക്കാനും സാധ്യമല്ല. मुरली नहीं पढ़ते हैं तो अपना ही हट है. हमारे में तो ज्ञान बहुत है और है कुछ भी नहीं. മുരളി കേൾക്കാതെ പോയാലും വാശി പിടിക്കും, കേൾക്കുകയില്ല. പിന്നെ പറയും ജ്ഞാനം കൂടുതലേ ഉണ്ട്,
ബാക്കി ഒന്നുണ്ട് ആവശ്യമില്ല. मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद पर और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को याद पर गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. ബാബ ഇത്രയ്ക്കും മുരളിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ലാസ്റ്റ്ക്കും ദിവസത്തെ മുരളിയുടെ 2 പോയിൻറ്റ്സാണ് ഞങ്ങൾ ധാരണ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് पिता स्नेही बनने के लिए बहुत बहुत सुखदाई बनना है. പിതാ സ്നേഹി ആകാൻ വേണ്ടി വളരെ വളരെ സുഖദായിയാകുക. अपना बोल चाल बहुत मीठा रायल रखना है. തൻ്റെ വാക്കു നടപ്പു വളരെ മധുരവും റായലാക്കി വെക്കുക. സർവീസേബിൾ बनना है. നിരഹങ്കാരി ബൻ സേവ करनी है. സർവീസേബിൾ ആകുക, നിരഹങ്കാരിയായി സേവനം ചെയ്യണം. രണ്ടാമത്തെ പോയിൻറ്റും पढ़ाई और पाप को छोड़कर अभी आपघाती महापापी नहीं बनना है. പഠിപ്പിനെയും ബാബേനോ ഉപേക്ഷിച്ചും ഒരിക്കൽ കൂടി സ്വയംനം ഹത്യ ചെയ്യരുത് അഥവാ മഹാപാപിയാക്കരുത്. മുഖ്യ ഹൈ റുഹാനി സർവീസ്. ഈ സർവീസ് മേ കബി തക്ന നഹീ ഹൈ. മുഖ്യമായിരിക്കുന്നത് ആത്മീയ സർവീസാണ്. ഈ സർവീസിൽ ഒരിക്കൽ കൂടി ക്ഷീണിക്കരുത്. ജ്ഞാനരത്നോ കാ ദാൻ കർണ ഹൈ, മനുഹാസ് നഹി ബന്ന ഹൈ. ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്യണം, ഇതിൽ കഞ്ചൂസ് ആകരുത്. ബാബയുടെ വരദാനം ഉണ്ടാവും. ഇന്നത്തെ വരദാനമാണ് सदा निज धाम और निज स्वरूप की स्मृति से उपराम न्यारे प्यारे भव. സദാ നിജധാമത്തിനെയും നിജ സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ ഉപരാമായി വേറിട്ടതും പ്രിയപ്പെട്ടവരായി ഭവിക്കും. ഇതിൻ്റെ വിവരണമാണ് निराकारी दुनिया और निराकारी रूप की स्मृति ही सदा न्यारा और प्यारा बना देती है. നിരാകാരി ലോകം നിരാകാരി രൂപത്തിൻ്റെ സ്മൃതി തന്നെയാണ് സദാ വേറിട്ടതും പ്രിയപ്പെട്ടതാക്കും. हम है ही निराकारी दुनिया के निवासी. यहाँ सेवा अर्थ അവതരിत हुई है. ഞങ്ങൾ തന്നെ നിരാകാരി ലോകത്തിൻ്റെ നിവാസിയാണ്. സേവാ അർത്ഥമാണ് അവതരിച്ചിരിക്കുന്നത്. हम इस मृत्यु लोक के नहीं लेकिन अवतार है. सिर्फ ये छोटी सी बात याद रहे तो उपराम हो जाएगी. ഞങ്ങൾ ഈ മൃത്യു ലോകത്തിലുള്ളവരെല്ലാം പക്ഷെ അവതരിച്ചിരിക്കുന്ന കേവല ഈ ചെറിയൊരു കാര്യം ഓർമ്മയിൽ വെക്കുകയാണെങ്കിലും എല്ലാത്തിലും ഉപരിയായിരിക്കാൻ സാധിക്കും. जो अवतार ना समझ गृहस्थी समझते तो गृहस्थी का गाड़ी कीचड़ में फंसी रहती है. ആരാണോ സ്വയംന അവതാരി എന്ന് വിചാരിക്കാതെ ഗൃഹസ്ഥി എന്ന് വിചാരിക്കുന്നതും ഗൃഹസ്ഥിയുടെ വണ്ടി ചളിയിൽ കുടുങ്ങിപ്പോകും. ഗൃഹസ്ഥി ഹൈ ഹി ബോജ് കി സ്ഥിതി. അവർ അവതാർ ബിൽക്കുൽ ഹൽക്ക ഹി. ഗൃഹസ്ഥി എന്ന് പറഞ്ഞാൽ ഭാരമുള്ള സ്ഥിതിയാണ്. അവതാർ എന്ന് പറഞ്ഞാൽ ലഘുത്വമാണ്. अवतार समझने से अपना निज धाम निज स्वरूप याद रहेगा और उपराम हो जाएगा. അവതാർ എന്ന് വിചാരിക്കുന്നതിലൂടെ സ്വയംൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ധാമം യഥാർത്ഥമായിരിക്കുന്ന സ്വരൂപത്തിൻ്റെ ഓർമ്മ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർ ഉപരിയായിരിക്കും. ഇന്നത്തെ സ്ലോഗനാണ് ബ്രാഹ്മൺ വ ഹേ जो शुद्ध और विधिपूर्वक हर कार्य करे. ആരാണോ ശുദ്ധവും വിധിപൂർവകമായി ഓരോരോ കർമ്മം ചെയ്യുന്നതും അവരിനാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അവ്യക്ത ഇഷാര സത്യത അവർ സഭ്യതാരൂപി കൾച്ചർക്കോ അപ്പുനാവും. സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചറിനെ സ്വന്തമാക്കുക. जो निर्माण होता है वही नव निर्माण कर सकता है. ആരാണോ വിനയമുള്ളവരായിരിക്കുന്നതും അവർ നവനിർമ്മാണം ചെയ്യാൻ സാധിക്കും.
शुभ भावना शुभ कामना का बीज है निमित्त भावം और निर्माण भावം. ശുഭ ഭാവനയുടെയും ശുഭ കാമനയുടെയും ബീജമാണ് നിമിത്ത ഭാവം, നിർമ്മാണ ഭാവം. हद का मान नहीं लेकिन निर्माण है. പരിധിയുള്ള ആദരവല്ല, പക്ഷേ നിർമ്മാണമാണ്. अभी अपने जीवन में सत्यता और सभ्यता के संस्कार धारण करो. ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിലും സത്യതയുടെയും സഭ്യതയുടെയും സംസ്കാരങ്ങളെ ധാരണ ചെയ്യുക. यदि ना चाहते हुए भी कभी भी क्रोध व चिड़चिड़पन आ जाए तो दिल से कहो मीठा बाबा, तो एक्स्ट्रा मदद मिल जाएगी. ഒരു പക്ഷേ ആഗ്രഹിക്കാതെ പോയാൽ കൂടി ക്രോധം വരുകയാണെങ്കിലും അന്തരാളത്തിൽ ഇന്ന് പറയണം മധുരമായ ബാബ. അപ്പോൾ ബാബയുടെ എക്സ്ട്രാ സഹയോഗം ലഭിക്കും. ഓം ശാന്തി. ഓം ശാന്തി. അല്പസമയത്തിലേക്ക് വേണ്ടി ശരീരത്തിനെ സ്വസ്ഥമാക്കി വയ്ക്കും. ഇന്ദ്രിയങ്ങൾ വളരെ ശീതളമായിരിക്കും. ഞാൻ ആത്മാവും ഭൃക്കുട്ടിയുടെ മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്ര സമാനമാണ്. മനസ്സു ബുദ്ധിയെ ഏകാഗ്രമാക്കി വയ്ക്കും. മനസ്സ് വളരെ ശാന്തമാണ്. ഞാൻ ആത്മാവ് ശരീരത്തിൽ നിന്നു ഡിറ്റാച്ചായി ആത്മാഭിമാനി സ്ഥിതിയുടെ അനുഭവം ചെയ്യും. എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ വളരെ ശാന്തമായിരിക്കും. ഈ ആത്മാഭിമാനി സ്ഥിതിയുടെ അനുഭവത്തിൻ്റെ വൈബ്രേഷൻ അന്തരീക്ഷത്തിൽ വ്യാപിപ്പിക്കും. ഓം ശാന്തി.